ഞാൻ പറയുന്നത് വല്ല നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പലചരക്ക് കടക്കാരൻ പൈസ ചോദിച്ചു തുടങ്ങി. ഓ, ബാങ്കിൽ നിന്ന് ഇന്നലെ ആള് വന്നായിരുന്നു. ഒരു തവണയും കൂടെ പൈസ അടയ്ക്കുന്ന മുടക്കി കഴിഞ്ഞാൽ ജപ്തിയാന്നാ പറഞ്ഞത്. ആങ്ങളമാരോട് എത്രന്നും പറഞ്ഞാ പൈസ കടം ചോദിക്കുന്നേ? എല്ലാം അങ്ങ് പോട്ടെ, രമേശിന് ഇപ്പൊ ഒരു മാറ്റവും ഇല്ലയോന്ന് നാട്ടുകാരുടെ ചോദ്യം കേൾക്കുമ്പോഴാണ് മനുഷ്യന്റെ ചങ്ക് പൊടിയുന്നത്. എനിക്ക് ഈ അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ കേൾക്കേണ്ടി വരുമായിരുന്നു അല്ലേ? എന്തോ ചെയ്യാ. നീ അവിടെ നിന്ന് നിനക്ക് ഭാരമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അതല്ല ഞാനൊരു ഭാരാണോന്ന്. നീ അതിന് നിങ്ങളെ ഞാൻ എടുത്ത് പൊക്കണ്ടേ? അതല്ല നിനക്ക് ഞാനൊരു ബാധ്യതയാണോ? അതിപ്പോ എനിക്ക് മാത്രമല്ലല്ലോ, കുടുംബക്കാർക്കും. സത്യം പറഞ്ഞ നിനക്ക് എന്നോട് ദേഷ്യമാണല്ലേ? സത്യം തന്നെ പറയണോ? കള്ളം പറഞ്ഞാലും മതി. അല്ല, എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവും ഇല്ല. എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാ. സ്നേഹം മനസ്സിന്റെ കണ്ണാടിയാ. ഉണ്ടയാ അന്നേരം കണ്ണാടി നിലത്ത് വീണ് പൊട്ടിയപ്പോഴേ നിങ്ങൾ പഠിച്ചതിന്റെ ടീച്ചർ വിക്കല്ല. ബിന്ദു, മിണ്ടണ്ട. നിങ്ങളോട് അധികം മിണ്ടണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ഭർത്താവിനോട് മിണ്ടണ്ടാന്ന് ഏത് ഡോക്ടറാണ് നിന്നോട് പറഞ്ഞത്? അയ്യോ, അതല്ല, റെസ്റ്റ് എടുക്കാൻ. ബിന്ദു, ഞാനൊരു കാര്യം പോട്ടെ, നിനക്ക് എനിക്ക് അവസാനമായിട്ടൊരു ആഗ്രഹം ഉണ്ടായി, നീ സാധിച്ചു തരൂ? നിങ്ങൾ എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നേ? പതുക്കെ ഒന്ന് എഴുന്നേക്കാൻ നോക്കിയേ. ഈ അസുഖം ബാധിച്ച ഞാൻ എങ്ങനെ എഴുന്നേൽക്കാനാ? നിങ്ങൾക്ക് എന്തിനാ ഗുരുവാ മനുഷ്യ? കേക്കണോ? ഇന്നലെ അത്താഴം ആർത്തിയോടെ കഴിച്ചപ്പോ നാക്കലൊന്ന് കടിച്ചു, അതിനാണ് മരിച്ചു പോയ. ഇതൊക്കെ ഒരു രസമല്ലേ? പണിയില്ലയോ? ഇന്ന് പണിയില്ലല്ലോ. ആര് പറഞ്ഞു? മധു പറഞ്ഞാലും പണിയുണ്ടെന്ന്? അത് ശരി, ആണുങ്ങളില്ലാത്ത തക്കം നോക്കിട്ടാ. അല്ല, വൃത്തികേട് പറഞ്ഞാലും ഞാൻ സഹിക്കും, പക്ഷെ പണിക്ക് വിളിച്ചത് ഇന്ന് ഞാൻ എന്റെ വീട് കത്തിക്കും, എന്നിട്ട് ഞാൻ ആ ചാരം വെച്ച് പല്ലേക്കും. പറയാവോ? ഇത്രയും പാടുണ്ടോ കായലി കക്കാവാരാൻ? അയ്യോ, കായലിൽ മുങ്ങി കിടന്ന് കക്കവാരിയാലേ എനിക്ക് പനി പിടിക്കും. സത്യം പറ മച്ചാ, ഇന്ന് ടിവി ക്രിക്കറ്റ് കളിയില്ലേ? ടിവിയിലല്ലോ ക്രിക്കറ്റ് കളി, ഗ്രൗണ്ടിലല്ലോ ക്രിക്കറ്റ് കളി. ഇതെന്നടി നീ കാണിക്കണേ? നിങ്ങളെ തല്ലിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ നിനക്കറിയാവൂ, എന്റെ അപ്പാപ്പ മരിച്ചിട്ട് ഇപ്പൊ കുറച്ച് നാളുകളായിട്ടുള്ളൂ. കുറച്ച് നാളോ? 10 കൊല്ലത്തോളം ആയില്ലേ മച്ചാ നിങ്ങളുടെ അപ്പാപ്പ മരിച്ചിട്ട്? പക്ഷെ ഇന്നലെ മരിച്ച പോലെ ഈ വീൽ ചെയർ കാണുമ്പോഴേ ഈ വീൽ ചെയർ കണ്ടിട്ട് ആക്രിക്കാരൻ എന്നോട് പറഞ്ഞ 500 തീർത്തരാവുന്നു. നീ എന്നാ പറഞ്ഞു? നിങ്ങളല്ലേ പറഞ്ഞ അപ്പാപ്പന്റെ ഓർമ്മയ്ക്കാന്ന്? ഓമയ്ക്ക ഇനി ചത്തുപോയ അപ്പാപ്പന് തിരിച്ചു വരാൻ വേണ്ടി പോകണില്ല. ഇത് കണ്ണു കൂട്ടി കൊടുക്കാൻ പാടില്ലായിരുന്നോ? അതല്ലല്ലേ ഇവിടുത്തെ വിഷയം. നിങ്ങൾ ഇന്ന് പണിക്ക് പോകുന്നുണ്ടോ ഇല്ലയോ? എന്റെ അപ്പാപ്പ മര്യാദക്കണെങ്കിൽ പണിക്ക് പോകും മച്ചാ. ഞാൻ സത്യം പറയട്ടെ, ഞാൻ എന്താ പണിക്ക് പോകുന്ന അറിയാമോ? എനിക്ക് ഇന്ന് പിരിഞ്ഞിരിക്കാനുള്ള മടി കൊണ്ടാ. അച്ചോടാ, രാവിലെ പോയിട്ട് വൈകിട്ട് കയറി വരുന്ന 8 മണിക്കൂറത്തെ കാര്യത്തിനാ. നിനക്കത് 8 മണിക്കൂറാണ്, പക്ഷെ എനിക്കുണ്ടല്ലോ അത് 8 വർഷമാണ്. 8 വർഷം. അങ്ങനെയാണെങ്കിലേ നാളെ മുതൽ ഞാൻ വല്ല തൊഴിലുറപ്പിനും ഇപ്പൊ പറഞ്ഞു ഇനി മേലെ പറഞ്ഞാണ്ടല്ലോ. അപ്പൊ എന്നോട് ഇച്ചിരി ഇഷ്ടമൊക്കെ ഉണ്ട്. ഈ തൊഴിലുറപ്പിന് പോയി എണ്ണ കിട്ടും 120 രൂപ. ആ സമയം വല്ല പാറമടല റോഡ് മണിക്കോണ്ടല്ലോ, നല്ല കാശിന് പോകാൻ പാടില്ലേ? അന്നേരം ഈ പിരിഞ്ഞിരിക്കുന്നതിന്റെ വേദന ഇല്ല ഇല്ലയോ? അപ്പൊ ഞാനല്ലോ നീയല്ലേ പിരിഞ്ഞിരിക്കണത്. നിങ്ങൾ ഇങ്ങനെ കളിച്ചും ചിരിച്ചും നടന്നു. എടി, ആ മാധവനും കണ്ണനൊക്കെ ഇപ്പോഴും കളിച്ചും ചിരിച്ച് നടക്കണ്, അതിനൊരു കുഴപ്പമില്ലേ? നിങ്ങൾ ഈ പറഞ്ഞ മാധവനും കണ്ണനും ഒക്കെ 5-6 വയസ്സുള്ള പിള്ളേരില്ലയോ? അല്ലാതെ നിങ്ങളോട്ട് മുതുക്കല്ലല്ലോ. നിനക്കിപ്പോ എന്താണ് പ്രശ്നം? എന്താണ് നിങ്ങൾ ഈ വെറുതെ ഇരിക്കുന്ന സമയമുണ്ട് ആ കൂട്ടി കിടക്കുന്ന കോഴിക്ക് ഇച്ചിരി തീറ്റിട്ട് കൊടുത്താലെന്താ? ആ കോഴിയേ ഉള്ളൂ ഇപ്പൊ വീട്ടിലൊരു ആദായം. എന്നാ നീ ഒരു പണി, ആ കോഴിയെ പിടിച്ചിട്ട് ഞാൻ തീറ്റ കൊടുക്കാം. നിങ്ങളുടെ ഒടുക്കത്തെ മടി കാരണം എല്ലാം വിറ്റ് നീ ആ കോഴിയും കോഴിക്കോടും മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ വിൽക്കാൻ. 250 രൂപ ഉണ്ട്. ആ കോഴിയെ ഞാൻ വിറ്റ്, കോഴിക്കോട് ഞാൻ വൈകിട്ട് കച്ചവടമാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, നിനക്ക് സന്തോഷമുള്ള ഒരു കാര്യം പറയട്ടെ. എടി, ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ എന്റെ 2 അളിയന്മാരും വരുന്നുണ്ട്. എന്താ വിശേഷിച്ച്? വിശേഷമൊന്നുമില്ല, ചുമ്മാ റമ്മി കളിച്ചിരിക്കാനായിട്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിൽ ഇറങ്ങി പോകും കേട്ടോ. നീ വീട്ടിൽ പോടി. എന്റെ സമ്മതം നീ വീട്ടിൽ പോടി. പോകും. അങ്ങനെയാണെങ്കിൽ ഞാനും വരാം കേട്ടോ. നമുക്ക് കാവിൽ ഉത്സവം കഴിഞ്ഞ് വരുമ്പോ ഈത്തപ്പഴം മേടിച്ചിട്ട് വരാം. ഒരു മനുഷ്യൻ എത്രത്തോളം താഴാൻ പറ്റും? ഭൂമിയോളം. പിന്നെ ചവിട്ടിയാ ഞാനും ഒന്ന് ജീവിക്കട്ടോ. ഇത് ഞാൻ എവിടേക്ക് കേട്ടിട്ടുണ്ടല്ലോ. ചെങ്കോല സിനിമയിലെ ഡയലോഗ് അല്ലേ? പറഞ്ഞു, ചെങ്കോല ഡയലോഗ് ആണെങ്കിലും തട്ടിയത് എന്റെ ചങ്കില. ബിന്ദു, ഇനി ഞാനൊരു കാര്യം പറയട്ടെ. നിന്റെ ഇഷ്ടം പോലെ. എന്റെ ഇഷ്ടം പോലെ? നാളെ മുതൽ നീ പണിക്ക് പോയിക്കോ. നിങ്ങൾ നന്നാവത്തില്ല മനുഷ്യ, നിങ്ങളെ നന്നാവത്തില്ല. എടി, നിന്റെ പ്രശ്നം എന്താണ്? ഞാൻ പണിക്ക് പോകത്തല്ലേ? നാളെ മുതൽ ഞാൻ പണിക്ക് പോയിക്കോളാം. എനിക്ക് വിശ്വാസമില്ല. എടി സത്യം. എന്റെ കൈ എന്താ സൂചിയിൽ കണ്ടെന്റെ കൈ ഒടിഞ്ഞിരി. നാളെ മുതൽ ഞാൻ എങ്ങനെ പണിക്ക് പോകും? നിങ്ങളെ നാളെ മുതൽ പണിക്ക് പോവണ്ട. നിങ്ങളെ കൊണ്ട് പൈസ ഉണ്ടാക്കാൻ എനിക്കറിയാം. എന്റെ ഈ വികലാംഗ പെൻഷൻ കൊണ്ട് ജീവിക്കാനുള്ള പരിപാടിയല്ലേ? അയ്യോ, എനിക്ക് വികലാംഗ പെൻഷൻ വേണ്ട. വേണ്ട, എനിക്ക് വിധവാ പെൻഷൻ.